ഹലോ എവ്രി വൺ. ഇന്ന് തിരുവാതിരയാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിച്ചു. ഇപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 3-4 പേര് ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. രാവിലെ ഒക്കെ അടിച്ച് തളിച്ച് കോലമിട്ട് അവിടെ പൂവും ഒക്കെ വെച്ചിട്ടുണ്ട്. മാർഗഴി മാസം അല്ലെങ്കിൽ ധനുമാസത്തിൽ അവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ആദ്യം പോകുന്നത് ശിവൻ്റെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പോലെ അങ്ങോട്ട് ലൈറ്റിങ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചമായതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. ഇതൊരു ഗ്രാമമാണ്. ഇവിടെയാണ് ശിവൻ്റെ അമ്പലം. അപ്പോൾ ആദ്യം ശിവൻ്റെ അമ്പലത്തിൽ കയറി തൊഴുതു. ഇപ്പോൾ പോകുന്നത് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. അവിടെയും വിശേഷമാണ്. അപ്പോൾ അവിടെയും പോയി തൊഴുത ശേഷം ഞങ്ങൾ പിന്നെ വടക്കന്തറ അമ്പലത്തിലേക്കാണ് പോകുന്നത്. രാവിലെ ആണെങ്കിൽ നല്ല കാലാവസ്ഥയും ഒരു കാറ്റുമൊക്കെ ആയിട്ട്. ഇതിപ്പോൾ വടക്കന്തറ അമ്പലമാണ്. അമ്പലത്തിലെ കുളമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിത് അവിടെ തൊഴാനായിട്ട് പോവുകയാണ്. അവിടെയും തൊഴുത ശേഷം തിരിച്ചു വരുമ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് ശിവനെയും പാർവതിയും അങ്ങനെ വെളിയിലേക്ക് അവർ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ്. ഇനി വെളിയിൽ കൊണ്ടുവന്ന ശേഷം ദീപാരാധനയ്ക്ക് ചെയ്തിട്ട് അവർ ഗ്രാമം മുഴുവൻ ഇങ്ങനെ എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. കൊട്ടും വാദ്യവും ഒക്കെ ഉണ്ട്. ഇന്ന് ഭഗവാന്റെ പിറന്നാളല്ലേ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു കാളയുടെ രൂപം നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ശിവനെയും പാർവതിയും അവർ ഇരുത്തുക. അപ്പോൾ അത് നോക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ, അവിടെ കാള ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഭഗവാനെയും ഭഗവതിയും ഇരുത്തുന്നത്. ഒക്കെ ഇരുത്തി എല്ലാം കഴിഞ്ഞ ശേഷമാണ് ദീപാരാധന ചെയ്യുക. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ തോളിലേറ്റിക്കൊണ്ടാണ് ഗ്രാമം ഇങ്ങനെ ചുറ്റും കൊണ്ടുപോകുന്നത്. അപ്പോൾ ദീപാരാധന ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് തൊഴുതു. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്യുന്നത്, ഞാൻ കണ്ട കാഴ്ചകൾ. അപ്പം നല്ലതാണല്ലോ. തിരക്കുമുണ്ട്. എന്നെപ്പോലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ദീപാരാധന കഴിഞ്ഞ ശേഷം എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. ഇനി ഗ്രാമത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വരും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തൊഴാനും പറ്റി. പിന്നെ ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് വന്നു. വരുന്ന വഴി മാരിയമ്മൻ കോയിലും കയറി തൊഴുതു. വീട്ടിൽ വന്ന ശേഷം വേഗം കൂവ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. 1 കപ്പ് കൂവ എടുത്തിട്ട് അതിലേക്ക് വെള്ളം നല്ലപോലെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കൂവ ഉണ്ടാക്കാം. അപ്പോഴത്തേനും ശർക്കരയും ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഫിൽട്ടർ ചെയ്ത ശേഷം നമ്മുടെ ശർക്കരയും ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിലാകും. നമുക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഇപ്പോൾ ശർക്കരയും ഒഴിച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ അത് കട്ടിയായിപ്പോവും. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂവ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നാളികേരവും കുറച്ച് നെയ്യും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൂവ റെഡിയാണ്. അപ്പോൾ തിരുവാതിരയ്ക്ക് കൂവ മസ്റ്റാണ്. കൂവയും പുഴുക്കും പിന്നെ ഗോതമ്പ് കഞ്ഞിയും ഇതൊക്കെയാണ്. ഇല്ലെങ്കിൽ ഉപ്പുമാവ്. ഉള്ളിയൊന്നും കൂട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊന്നും ഇടാത്ത ഉപ്പുമാവാണ് ഉണ്ടാക്കാനും പോകുന്നത്. അങ്ങനെ നമ്മുടെ കൂവ റെഡി ആയിട്ടുണ്ട്. ഒരു നുള്ളു നെയ്യും ഒഴിച്ചു. ഇതിപ്പോൾ എൻ്റെ കുറച്ച് കട്ടിയായിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ലൂസാക്കാം. എന്തായാലും കൂവ റെഡി. ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് കടുകും പൊട്ടിക്കുന്നില്ല, ജസ്റ്റ് നിലക്കടല ഇട്ടു. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും മാത്രം ഇട്ട ശേഷം റവയും ഇട്ട് ഉപ്പും പാകത്തിനിട്ട ശേഷം വെള്ളവും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഉപ്പുമാവും റെഡിയായി. ഏത്തപ്പഴവും വേവിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കഴിക്കാൻ പോകുന്നത് ഉപ്പുമാവും ഏത്തപ്പഴവും കൂവയും ആണ്. പുഴുക്കിന് കപ്പ വെച്ചിട്ടുണ്ട്. ഇനി പുഴുക്കുണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തിരുവാതിര.